ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ ഓർക്കുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ഇപ്പം എന്താണ്, അവരിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കാം. നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള അവരുടെ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ചില കമന്റ്സ് ചെയ്ത് ചോദിക്കാറുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണോ, പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്നുള്ളത്. അങ്ങനെയല്ല, ജനറൽ റീഡിംഗ് തന്നെയാണിത്. ഒരുപക്ഷെ ഞാനൊരു ലേഡി ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് റീഡിംഗ് എടുക്കുമ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് തോന്നുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയല്ല, നമുക്കിത് സ്ത്രീ പുരുഷൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ എടുക്കാവുന്നൊരു റീഡിംഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ക്യൂൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, Eight of Wands, Three of Cups, Three of Wands, Seven of Cups, Eight of Cups, Judgment, Queen of Swords, Nine of Wands, Six of Wands, Magician, Ace of Swords, Five of Swords, Five of Cups, Ten of Swords, Two of Cups, Eight of Swords, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോൾസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം ഇപ്പം നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് അകന്നു പോയിരിക്കുന്ന ഒരു പേഴ്സൺ. അപ്പം അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇവർ നിലവിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അവർ ഏത് സാഹചര്യത്തിലേക്ക് മാറിപ്പോകാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നിഴൽ പോലെ നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ അവരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നീതിപൂർവം പ്രവർത്തിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അർഹമായ രീതിയിലുള്ള നീതിയോ കാര്യങ്ങളോ ഒന്നും നൽകാതെ മാറിപ്പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ചീറ്റിംഗ് എന്നുള്ള രീതിക്ക് തന്നെയല്ല, ഇപ്പൊ സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ അവർ ആ ഒരു നീതി പോലും കാണിക്കാതെയൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവില് അവർക്ക് അതിലൊക്കെ ഒരു വേദന തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സ്വയം ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. കാരണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, നെഞ്ചിൽ ഒരുപാട് അമ്പുകൾ കുത്തിയിറങ്ങിയുള്ള വേദന എത്രത്തോളം ആയിരിക്കുമോ അത്രത്തോളം ഒരു വേദനകൾ അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓർമ്മകൾ ഒരു നിഴൽ പോലെ അവരുടെ ചുറ്റും ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇവർക്ക് മനസ്സിൽ നിങ്ങളോട് സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും പലപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ സ്റ്റേജ് വന്ന സാഹചര്യത്തിലാണെങ്കിലും ഇവരുടെ യഥാർത്ഥമായ മനസ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊട്ടി അടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട വന്ന സാഹചര്യത്തിൽ അവരത് എടുക്കാൻ തയ്യാറായില്ല.
അതിന്റെ ഒരു ഫലം നിങ്ങൾക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നു, ഒരുപാട് വേദനകൾ. എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇവിടെ കറന്റ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു ആഴം ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഒരു റിഫ്ലക്ഷൻ ആണ്, ഒരു മിറർ ഇഫക്റ്റ് പോലെ. നിങ്ങൾ അനുഭവിച്ച പെയിൻ അതേ രീതിയിൽ തന്നെ, അതേ തീവ്രതയോടുകൂടി തന്നെ ഇവരും മാനസികപരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന ആഗ്രഹമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഇവര് സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഇമോഷണലി ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഇവർ സ്റ്റക്ക് ആണ്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കൊരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ എനർജി വളരെ ലോ ആണ്. എങ്കിലും വളരെയധികം ഒരു പ്രണയം, സ്നേഹം എല്ലാം നിങ്ങളോട് തോന്നുകയാണ്. നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണം, നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം. നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തി കാരണം ഒരുപാട് വേദനകളോ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിപ്പോൾ അത് ഫേസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേജ് ആയിരിക്കാം. ചിലവർ ഇപ്പോഴും അതിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഹൃദയത്തോട് നിങ്ങളെ ചേർക്കണം എന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് ഈ ജേർണിയിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ജേർണിയിൽ അവർക്കൊരു പങ്ക് വഹിക്കണം എന്ന് അതിയായ ഒരു ആഗ്രഹം എന്തായാലും അവരിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സ്, അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു സമയത്ത് അവർ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആക്ഷൻ എടുക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അവരുടെ മനസ്സിലുള്ള ഒരു ഇമോഷൻസും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതെ, നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി ഒരു ആക്ഷനും എടുക്കാതെ ഇമോഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്ത് നിന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പോയ സമയത്ത്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയ സമയത്ത് അവർക്ക് ഭയങ്കരമായ ഒരു ദേഷ്യം, ഈഗോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പം നിലവിൽ അവരുടെ ഈഗോയോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ കെട്ടടങ്ങി തുടങ്ങിയിട്ടുണ്ട്. സത്യസന്ധമായ രീതിയിലൊക്കെ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹം ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഭാവങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി കെട്ടടങ്ങിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഇവിടെ രണ്ടും നമുക്കിവിടെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഒരുപാട് വാണ്ട് എനർജികൾ വന്നിട്ടുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അഗ്നി പോലെ അവര് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അഗ്നി പോലെ അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് റിലേഷൻഷിപ്പിൽ വേണമെന്നൊരു ചിന്തകൾ, അതാണ് ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ മീൻ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനും, ഫാസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും, ആ ഒരു തുറന്ന കമ്മ്യൂണിക്കേഷനിലൂടെ, ആ ഒരു തുറന്ന സംസാരത്തിലൂടെ വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ ഒന്ന് കൊണ്ടുവരണം. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല കാലഘട്ടങ്ങളൊക്കെ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണോ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അവരിപ്പോൾ നിങ്ങളിലേക്ക് കയറി വരാനാണ് ചിന്തിക്കുന്നത്. ഈ ഒരു ഇറങ്ങിപ്പോക്ക് കൊണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം മാറി നിന്നിരുന്ന അല്ലെങ്കിൽ ഈ ഒരു അകൽച്ചയുടെ സമയത്ത്, ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ മിസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അവരുടെ കൂടെ വേണമെന്നൊരു ആഗ്രഹം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതും. അപ്പോൾ ഒരുപാട് സ്നേഹം കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടായിട്ട് പോലും പ്രകടിപ്പിക്കാതെ പല സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കി പോയൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ, അവരെടുത്ത തീരുമാനത്തിൽ ചില തീരുമാനങ്ങൾ തെറ്റായി പോയി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് അവർ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇരുത്തി ചിന്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേദനകൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കുന്നത്. ആദ്യ സമയത്ത് ആ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും അവരത്ര ശ്രദ്ധിക്കാതെ അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കരമായ ഒരു സ്ട്രോങ് ചീറ്റിങ്ങോ കാര്യങ്ങളോ തന്നെ ആവണമെന്നില്ല. അങ്ങനെ ചെയ്തവരും ഉണ്ടായിരിക്കാം. അല്ലാതെ അവരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിലും അത് മുഖേന നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന വേദന, കാരണം സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുന്നേയും ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കാം.
പക്ഷെ ഒരു സമയം വന്നപ്പോഴേക്കും അവർ അവരുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സെൽഫിഷ്നെസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും പെരുമാറേണ്ടിയിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ എന്തായാലും അത് നല്ല രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഒരു വേദനാജനകമായ അവസ്ഥയാണ്. ഒരു മരണതുല്യമായ വേദന അല്ലെങ്കിൽ മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥ. അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല അവർക്ക് ഈ ഒരു വേദന എന്ന് പറയുന്നത്, അവരുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് പെയിൻഫുൾ ആയ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരുപാട് വേദനകൾ അത് അവരെ ഇങ്ങനെ കാർന്ന് തിന്നാണ്. അപ്പൊ അങ്ങനെ കാർന്ന് തിന്ന് വരുന്ന സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഓർമ്മകളും കൂടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അവർ ആ ഓർമ്മകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ പൂർണ്ണമായിട്ടും നിങ്ങളെ മറന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നിലവിൽ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മകൾ വന്ന് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ വന്ന് അങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട്. പക്ഷെ കൂടുതൽ ആഴത്തിൽ അവർ ചിന്തിക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഇവരിപ്പോ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരണതുല്യമായ വേദന എന്ന് പറയുമ്പോൾ അവര് ജീവിച്ച് മരിക്കുന്നതിന് തുല്യം, അല്ലെങ്കിൽ ആ ഒരു ജീവനോടെ മരിക്കുന്നതിന് തുല്യം എന്നൊക്കെ പറയണ പോലെ ഒരു ഹാപ്പിനെസ്സും ഇല്ലാതെ മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ കുറ്റബോധവും ഇവർക്ക് ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഇവിടെ അവർ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഒരു സമയത്ത് എടുക്കാതിരുന്നതിൽ അവർക്ക് ഇപ്പോഴാണ് അതിന്റെ കുറ്റബോധം തോന്നുന്നത്. നേരത്തെ തന്നെ ഒരു ആക്ഷൻ ഒക്കെ എടുക്കേണ്ടതായിരുന്നു. കാരണം ഇവർ എങ്ങോട്ടേക്കാണോ പോയത്, ഇപ്പൊ സാഹചര്യം കൊണ്ട് പോയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ അവരേക്കാൾ കൂടുതൽ, നിങ്ങളെക്കാൾ കൂടുതൽ എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ സന്തോഷം പോലും അവർ മാറ്റി വെച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണോ പോയത് ആ ഒരു സ്ഥലത്ത് അവർക്ക് വലിയ കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് genuine ആയിട്ടുള്ള ഒരു സ്നേഹത്തെ കയ്യിലിരുന്നപ്പോഴേക്കും ആണ് അതിനെ കണ്ടില്ല എന്ന് നടിച്ച് താൻ പോയത്. അപ്പൊ അത് തന്റെ തെറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെ ഒരു ചിന്തകളൊക്കെ വരുമ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും തകർന്നു പോകും. ആ ഒരു തകർച്ചയിലൂടെ തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചിലപ്പോൾ അവസാനിച്ചു പോയൊരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഈ ഒരു വ്യക്തി ഇനി തിരിച്ചു വരുമോ. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. എങ്കിലും മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെതായ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു ഗുണം ഉണ്ടാവാൻ സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ. കാരണം ഇവരാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു miracle ആയിട്ട് കടന്നു വരിക, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുക, അതൊക്കെയാണ് ഇവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ്. ഇവിടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ കാർഡ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ മെസ്സേജ് ആയിട്ടായിരിക്കാം. ഇപ്പൊ ചിലർ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ബ്ലോക്ക് മാറ്റുന്നതായിരിക്കാം. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ബ്ലോക്ക് മാറ്റുന്നു, അവർ വിളിക്കുന്നു, ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ബ്ലോക്ക് മാറ്റി നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്. ഇനിയിപ്പോൾ ബ്ലോക്ക് ഒന്നും അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു ആക്ഷൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെതായ ഒരു ആക്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി എടുക്കാനും സാധ്യതകളുണ്ട്. കാരണം ഇവരിപ്പോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെ ആ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കി വളരെ പ്രതീക്ഷയോടുകൂടി അതിനേക്കാൾ ഉപരി വളരെയധികം വേദനകളോടുകൂടി നിങ്ങളെ ഓർത്തോർത്ത് വേദനിച്ച് മുന്നോട്ടേക്ക് പോകുന്ന അവസ്ഥയാണ്. ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ അവരുടെ കൂടെ വേണം എന്നുള്ളൊരു ചിന്തകളിലേക്ക് അവരുടെ മനസ്സ് മാറിയിരിക്കുന്നു. അപ്പൊ ഒരു സമയത്ത് അവർക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഭയങ്കര വൈകാരികപരമായിട്ടൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഹൃദയത്തിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് തുറന്ന് കാട്ടി നൽകണം. ഒരു സമയത്ത് അവരത് കാണിക്കാതെ മറച്ചു വെച്ചു. എന്നാൽ ഇപ്പോ അതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഹൃദയം തുറക്കണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഹൃദയം തുറന്ന് നിങ്ങളിലേക്ക് കാണിക്കുമ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു അവസരം കൊടുക്കും എന്നുള്ള ചിന്ത തന്നെയാണ് ഇവരിലുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കാനും ചിന്തിക്കുകയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടത് തന്നെയാണ്.
അതവര് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പരസ്പരം വീണ്ടും ആ ഒരു കണക്ഷൻ നിലനിർത്തണം എന്നൊരു ചിന്താഗതിയോട് കൂടിയാണ് അവർ ഇരിക്കുന്നത്. വളരെയധികം ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കരമായ ഒരു കുറ്റബോധം അലട്ടുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ചിലപ്പോൾ പുറമേലേക്കോ മറ്റോ അവർ കാണിക്കുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ കാര്യത്തിൽ ഹോൾഡ് ചെയ്തു. ഇപ്പൊ നിലവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്നൊന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത്രത്തോളം വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവര് നിങ്ങളിലേക്ക് ഈ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർ സ്റ്റക്ക് ആണ്, അവർക്ക് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വളരെ പെട്ടെന്ന് നിങ്ങളെ കണക്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചുറ്റും ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള സാഹചര്യങ്ങളും ചിലവരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ജെന്യുവിൻ ആയിട്ടുള്ള സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ മറ്റെന്ത് സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ അവിടെ നിന്നുകൊണ്ട് ഇവര് ഹൃദയം കൊണ്ടാണെന്നുണ്ടെങ്കിലും തല കൊണ്ടാണെന്നുണ്ടെങ്കിലും വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എങ്ങനെ, അടുത്ത സ്റ്റെപ്പ് ഏത് രീതിയിൽ എടുക്കാം. കാരണം ഈ ഒരു വേദനകളിലൂടെ ഇനിയും കടന്നു പോകാനായിട്ട് താല്പര്യമില്ല. അത്രത്തോളം സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ എടുത്ത തീരുമാനത്തിൽ ചില പാളിച്ചകളൊക്കെ പറ്റിക്കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കും ഒരു ട്രാൻസ്ഫർമേഷൻ, അത്രയും വേദനകൾ അനുഭവിച്ച് വരുമ്പോഴത്തേക്കും പാകമാകുക എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അവർക്ക് ലഭിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരിക്കും എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ അങ്ങനെയൊക്കെ ഇവരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തടസ്സം, അതായത് ജെന്യുവിൻ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തടസ്സമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കൂടുതൽ റെസനേറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരെന്തായാലും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് തന്നെ, ഇപ്പൊ സാഹചര്യങ്ങൾ ആയിക്കൊള്ളട്ടെ മറ്റെന്ത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ മുന്നിലുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു വിജയം കൈവരിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നീതിപൂർവം അല്ലെങ്കിൽ ന്യായപൂർവം ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിൽ അസ്തമിച്ചു പോയി എന്ന് കരുതിയ അല്ലെങ്കിൽ കെട്ടടങ്ങി പോയി എന്ന് കരുതിയ ആ ഒരു പ്രകാശത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു റീബർത്ത്, അത് ഈ ബന്ധത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്റെ സ്വന്തം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, കാരണം ഇവര് കാരണം നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചു. അപ്പൊ ഇനിയെങ്കിലും ഇവർക്ക് ആ ഒരു നീതി നിങ്ങളിലേക്ക് നടപ്പിലാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഒരു സമയത്ത് അവരത് ചെയ്തില്ല, അവർക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പൊ ഇനിയെങ്കിലും ആ ഒരു രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കണം. ഇനിയും ഇങ്ങനെ ആക്ഷൻ ഒന്നും എടുക്കാതെ ഇങ്ങനെ തന്നെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ അവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് അടച്ചു വെച്ച അവരുടെ ഹൃദയത്തെ ഇനിയെങ്കിലും തുറന്നു കാണിക്കണം. അവർ ഇതുവരെ അടച്ചു വെച്ചിരുന്നു, പക്ഷെ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് തുറന്നു കാണിക്കണം എന്നും ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഒരു പ്രണയം, ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ട് ഭയങ്കരമായ ഒരു അടുപ്പം നിങ്ങളിലേക്ക് തോന്നുന്ന വ്യക്തികളാണ്. കാരണം അവരിപ്പോ ഭയങ്കരമായ ഒരു വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് നിർത്തുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവർക്കൊരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുമായിരുന്നു, ഒരു വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും. അതിപ്പോ അവർക്ക് ലഭിക്കുന്നില്ല. അതാണ് ആദ്യം പറഞ്ഞത്, അവരെന്തിന്റെ പേരിലാണോ നിങ്ങളെ മാറ്റി നിർത്തിയത് അവിടെ നിന്നും അവർക്കായിട്ടുള്ളൊരു ഹാപ്പിനെസ് അവർക്ക് ലഭിക്കുന്നില്ല. ഒരു ടെമ്പററി ആയിട്ട് മാത്രമേ അവിടെ ലഭിച്ചുള്ളൂ. അപ്പൊ അതൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നതൊക്കെ ഈ ഒരു രീതിയിലാണ്, വളരെ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വേദന നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് കാണാം. കാരണം നമുക്കിവിടെ നോക്കുവാണെങ്കിൽ അവരുടെ ചിന്തകൾ മുഴുവനും നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവർ മറ്റൊരു കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ സ്വാർത്ഥതയോടുകൂടി ഇമോഷൻസ് ഇപ്പൊ പ്രകടിപ്പിക്കേണ്ട എന്നൊരു ചിന്തയോ അങ്ങനെയൊന്നും അല്ല കാണിക്കുന്നത്. വേദനകളിലൂടെ മുന്നോട്ടേക്ക് പോയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇമോഷൻസ് പ്രകടിപ്പിക്കണം, ചില സാഹചര്യങ്ങൾ കൊണ്ട് തനിക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന അനുഭവിക്കുന്ന പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് ഈ ഒരു റീഡിംഗ് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ രീതിക്കാണ് നമുക്ക് ഇന്നത്തെ സ്പ്രെഡ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. നവംബർ മന്ത്, ടി എന്നൊരു ലെറ്റർ, കൊല്ലം ജില്ല, ലിയോ, ഉത്രം, പി എന്നൊരു ലെറ്റർ, ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മന്ത്, 34, 30, പൈസസ് സോഡിയാക് സൈൻ ആണ്. 25, മെയ് മന്ത്, പി എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. ഡിസംബർ 32, 44, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. 3 എന്നൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. നിങ്ങൾക്കത് ഡേറ്റ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം. രേവതി എന്നൊരു സ്റ്റാർ, 1968. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.